പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം ദുഷ്ടശത്രുവിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതെല്ലാം ഒരു ആശീർവാദമാണ് കേട്ടോ, ഒരു ആശീർവാദവും പ്രാർത്ഥനയാണ്. അതെല്ലാം കൃപയോടെ സ്വീകരിക്കണം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ പട്ടാലച്ചൻ പരപ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളൊരു ധ്യാന കേന്ദ്രത്തിലിരുന്ന് ധ്യാനം കൂടുന്നത് പോലെ, ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിലിരുന്ന് വലിയ കൺവെൻഷൻ സംബന്ധിക്കുന്നത് പോലെ വേണം നമ്മൾ ശുശ്രൂഷകൾ സംബന്ധിക്കാൻ. നമ്മൾ ഈ കൺവെൻഷൻ നടക്കുമ്പോൾ, ധ്യാനങ്ങൾ നടക്കുമ്പോൾ, ശുശ്രൂഷകൾ നടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് നമ്മൾ പറയണം. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വെളിപ്പെടുത്തണം. ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ പറയുക ദൈവത്തിന് വലിയ സന്തോഷമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്തെ സങ്കീർത്തനത്തിൽ വചനം എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? വചനം ഇതാണ്, എന്നോട് ചോദിച്ചു കൊള്ളുക, ദേശങ്ങൾ ഞാൻ നിനക്ക് അവകാശമായി തരും. എഫേസ്യരിലെ അങ്ങനത്തെ മനോഹരമായ വചനമുണ്ട്. താൻ ആവശ്യപ്പെടുന്നതിലും ചോദിക്കുന്നതിലും കൂടുതലേ ദൈവം തരുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി നന്മകൾ നൽകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ആദ്യം കയറുന്ന പള്ളിയിൽ നിയോഗം വെക്കുക, അല്ലെ നമ്മുടെ സഭയിൽ ഇങ്ങനെ ഒരു പാരമ്പര്യ രീതിയാണ് എന്ന് പറയുന്ന പോലെ തന്നെ കൺവെൻഷൻ, അതായത് നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന പോലെ അല്ല, വലിയ കൂട്ടായ്മയാകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാണ്. ആ കൂട്ടായ്മയ്ക്ക് നടുവിൽ ദൈവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂട്ടായ്മ ശുശ്രൂഷകൾ ഇങ്ങനെ സ്തുതിക്കുമ്പോൾ ഇങ്ങനെ ദൈവത്തോട് ഓരോ കാര്യങ്ങൾ പറയണം. അതിനകത്ത് കാര്യമുണ്ട്. നിങ്ങൾ സാക്ഷ്യം കേൾക്ക്. എൻ്റെ പേര് മഞ്ജു, രാമപുരം ഇടവകയിൽ നിന്ന്. പാലായി തന്നെ രാമപുരം ഇടവകയാണ്. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ടും കുട്ടികളാവുന്നില്ലായിരുന്നു. 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷെ മക്കളുണ്ടാകുന്നില്ല. അങ്ങനെ 2017 ഇവിടുത്തെ കൺവെൻഷൻ, അഭിഷേകാഗ്നി കൺവെൻഷൻ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കുറവലങ്ങാട് കൺവെൻഷൻ വട്ടാഴ്ച നേതൃത്വം നൽകിയ കുറവലങ്ങാട് കൺവെൻഷനിൽ വന്ന് സംബന്ധിച്ചു.
പിറ്റേ വർഷം ഡിസംബർ ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് ദൈവം 2 ഇരട്ട കുട്ടികളെ നൽകി. ഇരട്ട കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. കർത്താവ് കൊടുക്കുമ്പോൾ ഒരു കയ്യും കണക്കില്ലാതെ ഇങ്ങോട്ട് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ കൺവെൻഷൻ കൂടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ദൈവമേ, മക്കള് ദൈവത്തിന്റെ ദാനമാണ്, കർത്താവെ തരണമെന്ന് പറഞ്ഞ് ഇതേപോലെ കൺവെൻഷൻ ശുശ്രൂഷകളിൽ ചങ്കുപൊട്ടി നിലവിളിച്ച് കരഞ്ഞ് സ്തുതിപ്പിന്റെ സമയത്തൊക്കെ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം ചെയ്ത് അനുഗ്രഹിച്ച് കുട്ടികളെ ആയിട്ട് വന്നിരിക്കുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ചാടി എഴുന്നേൽക്കാം. കുട്ടികളൊക്കെ വേഗം ചാടി എഴുന്നേറ്റോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സ്തുതിപ്പിന് സമയത്ത് നമ്മൾ കർത്താവിനോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയണം. ഒരു സമയം കഴിയുമ്പോൾ അതെല്ലാം നടക്കും. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന പോലെയല്ല, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ഈശോ മേജർ മിറക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാലിയെ ഉയർപ്പിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശോ 2-3 ശിഷ്യന്മാർ കൂടി ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ്മയുടെ പ്രാർത്ഥനയിൽ വലിയ അഭിഷേകത്തിൻ്റെ വെളിപ്പെടലുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. ഓ കർത്താവേ, ദൈവജന ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ അവർക്ക് മുൻപിൽ എൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തുമെന്ന് യെസക്കേൽ പ്രവചനത്തിൽ ലേവ്യരുടെ പുസ്തകത്തിലും വെളിപ്പെടുത്തിയ കർത്താവേ, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ദൈവജനത്തിന്റെ നടുവിൽ കരബലം പ്രകടമാക്കിയ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. സന്തോഷത്തോടെ കൈയടിച്ച്. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കൈയടിച്ച്. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സന്തോഷത്തോടെ ഇടത്തോടെ മരത്തോടെ അനങ്ങി കുടുംബം ഒരുമിച്ച്, സമൂഹം ഒരുമിച്ച് വലിയ ആനന്ദത്തോടെ സന്തോഷത്തോടെ. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പോരാ, നല്ല സന്തോഷത്തിൽ സന്തോഷിച്ച് കൈയടിച്ച് കൈയടിച്ച് കൈയടിച്ച്. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആവർത്തിച്ച്. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. തടവറ കുലുങ്ങും, അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. തടവറ കുലുങ്ങും, അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. കൈകൾ ഉയർത്തി. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഈ സ്തുതിപ്പിന്റെ സമയത്ത് അതിനെ തുറന്ന് സ്തുതിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തുകയാണ്. മക്കളില്ലാത്ത ദമ്പതികൾ കർത്താവിന്റെ മക്കളെ ചോദിക്കുക. ജോലിയില്ലാത്തവർ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്നു. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ കർത്താവിനോട് ജ്ഞാനവും ബുദ്ധിയും ചോദിക്കുന്നു. പത്രോസും പൗലോസും നടന്നു പോകുമ്പോൾ അവരുടെ നിഴലെങ്കിലും വീണ്ടിരുന്നെങ്കിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അനേകരെ കർത്താവ് സുഖപ്പെടുത്തിയില്ലേ? രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയിൽ ഇരിക്കുന്നവർ വിശ്വാസത്തോടെ കടബാധ്യത കെട്ടടിച്ച് സാമ്പത്തിക അഭിവൃദ്ധി നൽകണമെന്ന് ദൈവത്തോട് ചോദിക്കുന്നു.
മനസ്സ് തകർന്നിരിക്കുന്നവർ, നിരാശപ്പെട്ടിരിക്കുന്നവർ, കർത്താവേ എനിക്ക് പ്രത്യാശ നൽകണമെന്ന് ചോദിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപകൾ ചോദിക്കുക, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ചോദിക്കുക, സ്നേഹം, ആനന്ദം, ക്ഷമ, ദാനങ്ങളും വരങ്ങളും എല്ലാം ചോദിക്കുക. കർത്താവേ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല, കർത്താവേ വിശ്വാസം വർദ്ധിപ്പിച്ചെടുത്ത് പ്രാർത്ഥിക്കുക. ഓരോരുത്തരും അവരവരുടെ അവസ്ഥകൾക്ക് അനുസരിച്ച് ചോദിക്കുക. മറ്റാരും ശ്രദ്ധിക്കുന്നില്ല. ഈ സമൂഹത്തിന്റെ നടുവിൽ ഈശോ ഇടപെടുന്ന മണിക്കൂറാണല്ലോ ഇത്. വചനം പഠിക്കാൻ താല്പര്യമുള്ളത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വരങ്ങൾ ചോദിക്കുക. സുവിശേഷമല്ല ചെയ്യാൻ ആഗ്രഹം ഇപ്പോൾ ദൈവത്തോട് ചോദിക്കുക. ആരാധന 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 ആരാധന. കർത്താവെ സ്തുതിക്കുന്നു 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 കർത്താവേ സ്തുതിക്കുന്നു കർത്താവേ. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പരിശുദ്ധ അമ്മ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും. അർത്ഥം മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം വചനത്തിൻ്റെ കവാടം തുറന്നു കിട്ടാൻ വേണ്ടി അപേക്ഷിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എത്ര കൊടുത്താലും തൃപ്തിയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വന്നാൽ നോർമലി നമ്മളത് അവസാനിപ്പിക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങാൻ വിചാരിക്കുക. എത്ര വലിയ ഭക്ഷണക്കൊതി ഉണ്ടെങ്കിലും ഒരു സമയം കഴിയുമ്പോൾ മതിയാവും, അല്ലേ? തൃപ്തിയാവും. അതിനപ്പുറത്തേക്ക് ഇവനെ കഴിക്കാൻ പറ്റുകയില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരും. വെള്ളം കുടിക്കാൻ വിചാരിച്ചാൽ എത്ര കണ്ടാ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനും ഒരു നിശ്ചിത എമൗണ്ട് കഴിഞ്ഞാൽ ഓക്കെ, ഒരു മിതത്വമുണ്ട്, ഒരു തൃപ്തിയുണ്ട്, അവസാനിപ്പിക്കുന്ന ഒരു ലെവലുണ്ട്. ഒരു കുട്ടിക്ക് കുറേ കളിപ്പാട്ടങ്ങൾ കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ അത് അതിനോട് ചെകിടിക്കും, അത് നിർത്തും അത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര കൊടുത്താലും മതി വരാത്ത ഒരു സംഗതി നമ്മുടെ ശരീരത്തിലുണ്ട്. അതാണ് ഈ കണ്ണിൻ്റെ ദുരാശ എന്ന് പറയുന്നത്. എത്ര കണ്ടാലും, എത്ര അനുഭവിച്ചാലും, എത്ര കിട്ടിയാലും ഒരിക്കലും തൃപ്തി വരാത്ത സംഗതിയുണ്ട്. അതിനെക്കുറിച്ചുള്ള വചനങ്ങൾ നമ്മൾ ആഴത്തിൽ നിന്ന് പഠിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനം, അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിച്ചതാണെന്ന് ഓർക്കുക, കണ്ണിനേക്കാൾ കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത്, അത് നിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്, ഈ ഭൂമിയിലെ സൃഷ്ടികളിൽ ഏറ്റവും കൊതിയുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് കണ്ണാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ഒരു ചെറുപ്പക്കാരൻ അശുദ്ധി കാണാൻ തുടങ്ങി വിചാരിക്കുക, ഫോൺ വീഡിയോസ് കാണാൻ തുടങ്ങി വിചാരിക്കുക, ചീത്ത വീഡിയോ കാണാൻ തുടങ്ങി വിചാരിക്കുക, എത്ര കണ്ടാലും ഒരായുസ് മുഴുവൻ കണ്ടാലും അടങ്ങുകയല്ല. അശുദ്ധി എത്ര കണ്ടാലും കൊതി തീരില്ല. ഭക്ഷണം ഒരു സമയം കഴിഞ്ഞാൽ ചെകിടിക്കും, കഴിക്കാൻ പറ്റില്ല, ഛർദ്ദിക്കാൻ വേണ്ടി തുടങ്ങും, അല്ലേ? ഏത് വസ്തുക്കളുടെ സ്ഥിതിയാ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. അതായത് ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാന്ന് വിചാരിക്കുക, ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഭൂമി ആ വെള്ളം ഇങ്ങനെ കുതിച്ചു കുതിർന്ന ഒരു സമയം, അല്ലേ? സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 27-ാമത്തെ അധ്യായത്തിൽ 20-ാം തിരുവചനം, പാതാളവും നരകവും ഒരിക്കലും തൃപ്തി അടയുന്നില്ല,
മനുഷ്യന്റെ കണ്ണുകൾ ഒരിക്കലും സംതൃപ്തമാകുന്നില്ല. നരകത്തിലേക്ക് എത്ര ആത്മാക്കളെ കിട്ടിയാലും മതിയെന്ന് ഒരിക്കലും നരകം പറയില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര തീറ്റ കൊടുത്താലും ഇതിനൊരു അവസാനമില്ല. മനുഷ്യന്റെ കണ്ണുകൾ ഒരിക്കലും കണ്ടാലും 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 വീണ്ടും കാണണം, വീണ്ടും അനുഭവിക്കണം, വീണ്ടും ആസ്വദിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ കണ്ണിനെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് ഒരു ദൈവ പൈതൽ മനസ്സിലാക്കണം. ഇന്ന് അനേകം പേർക്ക് തങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ ശരീരത്തെ പോലെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനൊരു കൺട്രോളും ഇല്ലാതെ, ലക്കും ലഗാനും ഇല്ലാതെ ഓരോ മനുഷ്യ ജീവിതങ്ങൾ ഇങ്ങനെ പോകുന്നതിന് ഒരു കാരണമെന്ന് പറയുന്നത് ഈ മതി വരാത്ത കണ്ണിന്റെ ദുരാശയെ നിയന്ത്രിക്കാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാത്തത് കൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 22-23 തിരുവചനങ്ങൾ. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ഈ ശരീരം പ്രകാശിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ കണ്ണിനെ നിയന്ത്രിക്കണമെന്നുള്ളതാണ്. ഈ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ 2 അവയവങ്ങൾ നിയന്ത്രിച്ച് പഠിക്കണമെന്നാണ് വചനം പിടിപ്പെടുന്നത്. ഒന്നാണ് കണ്ണ്, മറ്റൊന്നാണ് നാവ്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ഒരു എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും അതിനൊന്ന് ആവർത്തിക്കുകയാണ്. യാക്കോബ് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 2-ാം തിരുവചനം. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്, തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. ഇന്ന് ജഡികാസത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ശരീരത്തിന്റെ ആസക്തികളെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ശരീരത്തിന്റെ പ്രവണതകൾ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് കണ്ണിനെയും നാവിനെയും നിയന്ത്രിക്കുന്ന കാര്യത്തിൽ നീ പരാജയപ്പെട്ടാൽ നിന്റെ ശരീരത്തിന്റെ ദുർവാസനകളെ ജീവിതത്തിൽ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റിയല്ല. കണ്ണിന് വിശപ്പിനനുസരിച്ച് തീറ്റ കൊടുത്തോണ്ടിരുന്നാൽ ഒരിക്കലും നിന്റെ ശരീരത്തിന്റെ മേൽ നിനക്കൊരു അധികാരം കിട്ടുമെന്ന് വിചാരിക്കരുത്. എൻ്റെ സഹോദരങ്ങളെ, അതായത് ആദ്യത്തെ പ്രഭാഷണന്റെ തുടക്കത്തിൽ പറഞ്ഞ വചനം ഓർക്കുന്നില്ലേ? അനേകം പേര് കണ്ണീർ വാർക്കാൻ കാരണമായി തീർന്നത് ഈ കണ്ണിന്റെ ദുരാശ കൊണ്ടാണ്. അനേകം പേര് കണ്ണുനീര് വാർത്ത് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നിൽക്കേണ്ടി വരുന്നത് ഈ കണ്ണിനെ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ്. ഒരുപാട് അപകടങ്ങളുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 5-ാം തിരുവചനം. കന്യകയുടെ മേൽ കണ്ണ് വയ്ക്കരുത്, നീ കാലിടറി വീഴും, പരിഹാരം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെന്ന് പറഞ്ഞാൽ ഉടുപ്പിടിക്കാൻ പ്രായമാകാത്ത ചെറിയ കൊച്ചുങ്ങളെ പോലും കണ്ട വെടുതേവില്ലാത്ത ആസക്തികളെ കലുഷിതമായ കണ്ണാണ് നിന്റേതെങ്കിൽ നീ മനസ്സിലാക്കുക, നിന്റെ ജീവിതത്തിന്റെ മധ്യാഹ്നത്തിലോ സായാഹ്നത്തിലോ നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നീ കാലിടറി വീഴാൻ ഇടവരും. അതിനെ വെളിപ്പെടുത്തുകയാണ്, നീ പരിഹാരം ചെയ്യേണ്ടി വരും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 8-ാം തിരുവചനം. രൂപവതിയിൽ കണ്ണ് പതിയരുത്, മറ്റൊരുവന് സ്വന്തമായ സൗന്ദര്യത്തെ അഭിലഷിക്കരുത് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാണാൻ ഷേപ്പുള്ളത് മുഴുവൻ കാണാൻ വേണ്ടി നിൽക്കരുത്. മറ്റൊരുവന് സ്വന്തമായിരിക്കുന്ന അന്യന്റെ ജീവിത പങ്കാളി നീ ആഗ്രഹിക്കരുത്. നിന്റെ കണ്ണിന്റെ ദുരാശ അതിന്റെ പിന്നാലെ പോകരുത്. കാരണം വളരെ ഗൗരവതരമായ അപകടം അതിന് പിന്നിലുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 28-ാം തിരുവചനം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പത്രോസിന്റെ 2-ാമത്തെ ലേഖനത്തിൽ 2:14 പഠിപ്പിക്കുകയാണ്, വ്യഭിചാരാസക്തി നിറഞ്ഞതും പാപത്തിൽ നിന്ന് വിരമിക്കാത്തതുമാണ് അവരുടെ കണ്ണുകൾ. ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ ചിന്തിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണിനൊരു തെളിച്ചമില്ല, കണ്ണിനൊരു പ്രകാശമില്ല, കണ്ണിനൊരു പവറില്ല. വ്യഭിചാര ആസക്തി നിറഞ്ഞ കണ്ണുകള്, പാപത്തിൽ നിന്ന് വിരമിക്കാത്ത കണ്ണുകള്.
ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ദൈവാത്മാവ് പറയുകയാണ്, നീ ഇങ്ങനെ കണ്ണിന്റെ മനസ്സിന്റെ അഭിലാഷങ്ങളെ പിന്തുടർന്നാൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ന്യായവിധിക്ക് വേണ്ടിയിട്ട് ദൈവം വിളിക്കും. കണ്ണുനീർ വാർക്കേണ്ട ദിവസങ്ങൾ വരും. അതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങൾ സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ വചനം വെളിപ്പെടുത്തുന്നത്. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിന് 9-ാം തിരുവചനം, യുവാവേ, യുവതി, യുവത്വത്തിൽ നീ സന്തോഷിക്കുക, യൗവനത്തിന്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. ഹൃദയത്തിന്റെ പ്രേരണകളെയും കണ്ണിന്റെ അഭിലാഷങ്ങളെയും പിൻചെല്ലുക. എന്നാൽ ഓർമ്മിച്ചു കൊള്ളുക, ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണിന് ഇഷ്ടപ്പെട്ടതെല്ലാം കണ്ട് ഒരിക്കലും മതിവരാത്ത, ഇതിനെ തൃപ്തി വരാത്ത ഈ സംഗതിയുടെ അഭിലാഷങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ, വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം വരെ അതുപോലെ ഓരോ തരത്തിലുള്ള വൈകൃതങ്ങൾ കണ്ട് നടന്നാൽ എൻ്റെ സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ ന്യായവിധി മാത്രമല്ല, ഈ ഭൂമിയിൽ വെച്ച് തന്നെ കണ്ണുനീർ വാർക്കേണ്ട സാഹചര്യങ്ങൾ വരും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ദാനിയേൽ പ്രവചനത്തിൽ കാണുന്ന സൂസന്ന എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട്. 2 ന്യായാധിപന്മാർ ദിനംതോറും അവളെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു, ദിനംതോറും അവളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരുന്നു. എന്താ സംഭവിച്ചത്? ഈ ഭൂമിയിൽ വെച്ച് തന്നെ കണ്ണുനീർ വാർക്കേണ്ട സാഹചര്യങ്ങൾ വന്നില്ലേ? ദാവീദിന് എന്താ സംഭവിച്ചത്? ദാവീദിന് ഇതേപോലെ തന്നെ രൂപവതിയിൽ കണ്ണു പതിഞ്ഞതും മറ്റൊരുവന്റെ സൗന്ദര്യത്തെ നോക്കി ആസ്വദിച്ചതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വന്നില്ലേ? അതുകൊണ്ടാണ് യാക്കോബ് സ്ലേഹ പഠിപ്പിക്കുന്നത്, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും, പാപം അതിന്റെ വളർച്ച പൂർത്തിയാകുമ്പോൾ മരണം ജനിപ്പിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ചില സാഹചര്യങ്ങളിൽ കണ്ണടയ്ക്കാൻ പഠിക്കണം. യേശയ്യാ പ്രവചനത്തിൽ 33-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 15-ാം തിരുവചനം, ബുക്ക് ഓഫ് ഐസയാ ചാപ്റ്റർ 33:15, നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദന വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ. അടുത്ത വാക്യം, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അശുദ്ധി കാണാതിരിക്കാൻ കണ്ണടയ്ക്കുന്നവൻ, ആവശ്യമില്ലാതെ കാണാതിരിക്കാൻ കണ്ണു മാറ്റുന്നവൻ, അവനെ കുറിച്ച് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അവൻ ഉന്നതമായ കാര്യങ്ങൾ ദർശിക്കും, അവൻ ഉന്നതമായ ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ ലഭിക്കും, അവൻ ദൈവത്തിന്റെ ഗ്ലോറി ദർശിക്കാൻ ഇടവരും എന്ന വചനം വെളിപ്പെടുത്തുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോബ് നല്ലൊരു ഉദാഹരണമാണ്. ജോബിന്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ ജോബ് തന്നെ പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരു കന്യകയെ ഞാൻ എങ്ങനെ നോക്കും? അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം പറഞ്ഞ കാര്യം എന്തെന്നറിയാമോ? നിങ്ങളുടെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ ചില തൊങ്ങലുകൾ നിങ്ങൾ അത് തുന്നിച്ചേർക്കണം. എന്നിട്ട് നിങ്ങൾ ഈ വസ്ത്രമിട്ട് നടക്കുമ്പോൾ ഈ തൊങ്ങലുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ഓർമ്മയിൽ വരും. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ ദൈവം പറഞ്ഞിരിക്കുകയാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിന്റെ 39-ാം തിരുവചനം, ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 15:39, ഹൃദയത്തിന്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിഞ്ചെല്ലാതെ കർത്താവിന്റെ കൽപ്പനകളെല്ലാം ഓർത്ത് പാലിക്കുന്നതിന് ഈ തൊങ്ങലുകൾ അടയാളമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് ആദ്യ കാലഘട്ടങ്ങളിൽ ദൈവം ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്, വസ്ത്രത്തിൽ ചില തൊങ്ങലുകള്. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഹനം ഓടിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ, ചില സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ടാകും, ഇവിടെ വളവാണ്, ഇവിടെ ഇതാണ്, ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന തൊങ്ങലുകളുടെ സ്വരമൊക്കെ കേൾക്കുമ്പോ നീ ഓർക്കണം, നീ കണ്ണിനെ നിയന്ത്രിക്കണം. അതാണ് യുവാവ്, യുവതി, നീ കണ്ണിന്റെ മനസ്സിന്റെ പ്രേരണകൾ പിന്നാലെ പോകരുത് എന്ന് ദൈവവചനം വെളിപ്പെടുത്താൻ കാരണം. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, അശുദ്ധിയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഗതികള് നമ്മുടെ മൊബൈലുകളിലോ നമ്മുടെ ടാബുകളിലോ കമ്പ്യൂട്ടറുകളിലൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കടത്തി പറയാണ്, നിന്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ നിനക്ക് തടസ്സമായി നിൽക്കുന്ന ഇങ്ങനത്തെ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റ്.
എസെക്കിയേൽ പ്രവചനത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനം വെളിപ്പെടുത്തുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞു കളയണം. അത് അന്നത്തെ കാലത്ത് വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അശുദ്ധിയിലേക്ക് നയിക്കുന്ന മേഖലകൾ ഉപേക്ഷിക്കാൻ ഒരു തീരുമാനം എടുക്കണം. അല്ലാതെ ആഴ്ച പോയിട്ട് ഞാൻ ഈ പാപം ചെയ്ത കുമ്പസാരിച്ച മാത്രം പോരാ, ചില തീരുമാനങ്ങൾ എടുക്കണം. പാപത്തിന്റെ സാഹചര്യം മാറ്റാൻ തീരുമാനം എടുക്കണം. എങ്കിലേ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നമുക്ക് ദൈവത്തിന്റെ മഹത്വം ദർശിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഹബക്കുക്ക് പ്രവചനത്തിലെ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന്റെ കണ്ണുകളെ കുറിച്ച് വെളിപ്പെടുത്തുന്നതാണത്. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, ദൈവമേ തിന്മ ദർശിക്കാതിരിക്കാൻ തക്കവിധം എൻ്റെ കണ്ണുകളെ പരിശുദ്ധമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. തിന്മ ദർശിക്കാതിരിക്കാൻ തക്കവിധം എൻ്റെ കണ്ണുകൾ ഒരു ഉടമ്പടി ചെയ്ത കണ്ണുകളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം, ജോബിനെ പോലെ. അങ്ങനെയാണെങ്കിൽ മഹത്വത്തിൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കാൻ കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്യും. ആമേൻ, ആമേൻ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ തവണ നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ അഭിലാഷങ്ങൾ നിയന്ത്രിക്കാൻ തീരുമാനമെടുത്ത് ഒരുപാട് തവണ വീണുപോയി. അതിന് കാരണം നമ്മൾ ദൈവത്തെ അതുപോലെ ആശ്രയിക്കണം. ഈശോയോട് പറയണം, ഈശോ എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് കർത്താവ് തന്നെ എന്നെ സഹായിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെബ്രായ ലേഖനം 9-ലെ വചനം നമുക്ക് ഓർക്കാം. നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ സമർപ്പിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് നമ്മുടെ അന്തരംഗത്തെ വിശുദ്ധീകരിക്കും. കർത്താവിനെ പ്രാർത്ഥിക്കുക, എൻ്റെ കണ്ണുകൾ കഴുകണം. കർത്താവ് എൻ്റെ കണ്ണുകൾ കൊണ്ട് എൻ്റെ അശുദ്ധി മുഴുവൻ കഴുകിക്കളയണം. എന്നാൽ കർത്താവ് തിരുരത്വത്തിൻ്റെ വലിയൊരു സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് നൽകണം. യേശയ്യാ 33 പറഞ്ഞതുപോലെ, ഹബക്കൂക്ക് ഞങ്ങൾ കേട്ടതുപോലെ, തിന്മ ദർശിക്കാതിരിക്കാൻ തക്ക വിധം കർത്താവേ ഒരു കവചം ഞങ്ങൾക്ക് നൽകണം. ഓരോരുത്തരും കരങ്ങൾ തുറന്നു പിടിച്ച് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നു. ഈശോയേ എന്നെ കഴുകണമേ, ഇരുൾ നീക്കിയുള്ളം തെളിക്കണമേ. ഈശോയേ എന്നെ കഴുകണമേ, ഇരുൾ നീക്കിയുള്ളം തെളിക്കണമേ. സർവാംഗമെന്നെ നീ ശുദ്ധനാക്കൂ, കണ്ണുകളും നാവിനെ നിയന്ത്രിച്ച ശരീരം മുഴുവൻ ശേഷമെന്നെ നീ ശോഭിതനാക്കൂ. സർവാംഗമെന്നെ നീ ശുദ്ധനാക്കൂ, ഈശോ. സവിശേഷമെന്നെ നീ ശോഭിതനാക്കൂ. രണ്ട് കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പെടുത്തി കുത്തി പുലർക്കപ്പെട്ട ഹൃദയമായി കിടക്കുന്ന ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് ഉച്ചത്തിൽ വിളിച്ചിട്ട്, യേശുവേ, യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ കണ്ണുകളുടെ ദുരാശ ബന്ധിക്കുന്നു. നിത്യാഗ്നിയിൽ നിബന്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ ഭാവിക്കട്ടെ. പൈശാചിക അടിമത്തങ്ങൾ വിട്ടോട്ടെ. സർവാംഗമെന്നെ നീ ശുദ്ധനാക്കൂ, സവിശേഷമെന്നെ നീ ശോഭിതനാക്കൂ, ശോഭിതനാക്കൂ.